നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ഞായറാഴ്ചയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ആഴ്ച സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകൾ, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, സ്റ്റോക്ക് ന്യൂസുകൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് കിട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നിഫ്റ്റി വീക്കിലി അടിസ്ഥാനത്തിൽ അങ്ങനെ തുടർച്ചയായിട്ട് 3 ആഴ്ച നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അതുമാത്രമല്ല, നിഫ്റ്റി 25,000 എന്ന് പറയുന്ന റേഞ്ചിൽ താഴെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം എഫ് ഐസ് ബയേഴ്സ് ആയിരുന്നു, ഡി ഐസ് ബയേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എഫ് ഐസ് ബൈ നടത്തി. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ എഫ് ഐസ് സെല്ലിംഗ് മോഡിൽ ഒന്നും തന്നെയല്ല ഉള്ളത്, അവർ ബൈ നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായ രീതിയിൽ സെല്ലിംഗ് മോഡിലേക്കൊന്നും എഫ് ഐസ് ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റി ഉണ്ട്, ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. നമ്മളുടെ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരുന്നു. മോശം റിസൾട്ട് ആയതുകൊണ്ട് ആക്സിസ് ബാങ്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഒരു 4% ഫോളോ രേഖപ്പെടുത്തി. കൂടാതെ കുറച്ച് IT കമ്പനീസിലും ഫോളോ രേഖപ്പെടുത്തി. അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഡേ കണ്ടു. നിഫ്റ്റി 25,000 താഴെ ക്ലോസ് നടത്തി എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റിയത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കണ്ടുവരാം. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശം 25,160 ഓപ്പൺ ചെയ്തു. മൾട്ടിപ്പിൾ ടൈം 25,250 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സോൺ ഫേസ് ചെയ്തു. പിന്നീട് കഴിഞ്ഞ വീക്കിലി ഹൈയിൽ നിന്ന് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് റേഞ്ച് ആയിട്ടുള്ള 25,160 വീണ്ടും 2 തവണ റീടെസ്റ്റ് ചെയ്തു. പിന്നീട് ആ ഒരു സപ്പോർട്ട് സോൺ പൊട്ടി 229 പോയിൻ്റാണ് വീക്കിലി ഓപ്പണിങ്ങിൽ നിന്ന് നിഫ്റ്റി ഫോളോ രേഖപ്പെടുത്തി. 24,900 വരെ പോയ നിഫ്റ്റി 65 പോയിന്റ് ഗെയിൻ രേഖപ്പെടുത്തി. 24,965 നിഫ്റ്റിയുടെ നിൽപ്പ്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും താഴെ കാണുന്നത് നാസ്ഡാക്ക് ഫ്ലാറ്റ്, ഡോ 142 പോയിന്റിൻ്റെ ഇടിവ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റിലെ FTSE CSE 40 ഫ്ലാറ്റ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 81 പോയിന്റിൻ്റെ ഒരു ഇടിവിലാണ് നമ്മുടെ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അതായത് നമ്മുടെ മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസിന് ശേഷം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വലിയ സീവിയർ സെല്ലിംഗ് പ്രഷറൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഗ്ലോബലി സ്റ്റേബിൾ ആയ രീതിയിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. FNOയിൽ കുറച്ച് വോളിയൂംസ് എല്ലാം തന്നെ കുറവ് രേഖപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് പോകുന്നത് എന്ന് കരുതി ഇന്ത്യ വിക്സ് ഒന്നും തന്നെ വലിയ രീതിയിൽ സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിന് ശേഷം റിലയൻസ് ഉൾപ്പെടെയുള്ള വലിയ ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ ആ റിസൾട്ടാണ് ഈ തിങ്കളാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുക മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഗ്ലോബലി ഉള്ള അടുത്ത ആഴ്ച തന്നെ ഉള്ള പ്രധാന ഈവൻറ്റുകളും ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കണ്ടുവരാം. നമ്മുടെ വെബ്സൈറ്റിൽ വന്നു ട്രേഡ് ബഡി ടാബിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലോബൽ ഈവൻ്റാണ്. ഈ ഒരു ടാബാണ്. ഗ്ലോബൽ ഈവൻ്റ് ആദ്യം ഡിസ്കസ് ചെയ്യാം. US നിന്ന് US ലീഡിംഗ് ഇൻഡെക്സ് വരുന്നുണ്ട് ജൂലൈ 21 7 PM ഇന്ത്യൻ സമയമാണ്. ഫെഡ് ചെയർമാൻ്റെ സ്പീച്ച് ഉണ്ട് ജൂലൈ 22. കൂടാതെ തന്നെ ചൈനയിൽ നിന്ന് ചൈനയുടെ ലോൺ പ്രൈം റേറ്റ് ഡേറ്റ ഉണ്ട്. യൂറോസിൻ്റെ RPMI ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഡേറ്റാസ് ഒന്നും തന്നെ അന്നത്തെ ദിവസം ഇല്ല. ജൂലൈ 22 US നിന്ന് ജെറോം പവലിൻ്റെ സ്പീച്ച്, യൂറോസോണിൻ്റെ ട്രേഡ് ബാലൻസ്, കൂടാതെ തന്നെ RBIയുടെ മീറ്റിംഗ്, ഇൻഫ്ലേഷൻ ഡേറ്റ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യൻ സമയം അവിടെ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 23 US നിന്ന് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റ, കൂടാതെ തന്നെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ. ക്രൂഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഡേറ്റ വളരെയധികം പ്രാധാന്യമുള്ളൊരു ഡേറ്റയാണ്. കൂടാതെ പിന്നീട് വേറെ ഗ്ലോബലി ഡേറ്റാസ് ഒന്നും തന്നെ ജൂലൈ 23 ഇല്ല. ജൂലൈ 24 US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. S&P മാനുഫാക്ചറിങ് PMI ഡേറ്റ വരുന്നുണ്ട്. ന്യൂ ഹോം സെയിൽ ഡേറ്റ വരുന്നുണ്ട്. യൂറോസോണിൽ നിന്നും ഫ്രാൻസിൻ്റെ സർവീസ് PMI ഉണ്ട്. ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് വരുന്നുണ്ട്. ജർമ്മൻ കൺസ്യൂമർ ക്ലൈമറ്റ് ഡേറ്റ വരുന്നുണ്ട്. UKയുടെ ഗ്ലോബൽ സർവീസ് PMI, ഇന്ത്യയുടെയും ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI ഡേറ്റ വരുന്നുണ്ട് അന്നത്തെ ദിവസം. ഇനി ജൂലൈ 25 അതായത് വെള്ളിയാഴ്ച US ബാങ്കർ ഹ്യൂജ് ടോട്ടൽ റിംഗ് കൗണ്ട് ഡേറ്റ വരുന്നുണ്ട്. ഫ്രാൻസിൻ്റെ ജോബ് സീക്കേഴ്സ് ഡേറ്റ വരുന്നുണ്ട്. ടോക്കിയോയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ ജർമ്മനി ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ് ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് FX റിസർവ് ഡേറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ UKയുടെ കോർ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ വരുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ US നിന്നുള്ള ഡേറ്റ തന്നെയാണ്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വളരെയധികം സുപ്രധാനമാണ്. കൂടാതെ തന്നെ ജെറോം പവലിൻ്റെ ഈ ഒരു സ്പീക്ക് വളരെ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ US ഇൻഫ്ലേഷൻ ഡേറ്റ സ്പൈക്ക് ചെയ്തിരുന്നു. ജെറോം പവൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ തയ്യാറായിട്ടിരുന്നില്ല.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് വരുന്നത്. ഇനി ഈ ടാബ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് റിസൾട്ട് കലണ്ടർ ടാബാണ്. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെ റിസൾട്ട്, ക്രിസലിൻ്റെ റിസൾട്ട് 21-ാം തീയതി നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനിയുടെ പേര്, ഫോർ എക്സാമ്പിൾ ഹാവൽസ് എന്ന് ഇവിടെ സെർച്ച് ചെയ്യാം, ഹാവൽസ്. അതല്ലെങ്കിൽ ഡേറ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെ റിസൾട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിസൾട്ട് കലണ്ടർ ടാബിൽ. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെ ഇനിയും ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അത് ഓരോ ഡേറ്റ് ഞാൻ വായിക്കുന്നില്ല, അത് സമയം നമുക്ക് ഒരുപാടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഡിവിഡൻഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെയാണ്. കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജുബിലൻറ്റ് ഫുഡ് വർക്ക് ജൂലൈ 18-ാം തീയതി ₹1.20. HCL ടെക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ് ഉള്ളത്, ഒരു 12 രൂപയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. റെക്കോർഡ് ഡേറ്റ് ജൂലൈ 18-ാം തീയതിയാണ്. അതുപോലെ ഓരോ കമ്പനീസിൻ്റെ, ബ്ലൂ സ്റ്റാറിൻ്റെയും എല്ലാ കമ്പനീസിൻ്റെ, ഹാപ്പിയസ്റ്റ് മൈൻഡ്, ഇതും ഞാൻ ഓരോന്ന് വായിക്കുന്നില്ല, കാരണം ഒരുപാട് സമയം പോകും. നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം, കമ്പനിയുടെ പേരോ ഡേറ്റോ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്ക് അപ്കമിങ് IPO ആണ്. അതിവിടെ സെർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ശാന്തി ഗോൾഡ് ഇൻ്റർനാഷണൽ IPO ഓപ്പൺ, IPO ക്ലോസ്, അലോട്ട്മെൻറ്റ് എന്നാണെന്ന് കാണാം. ബ്രിഗേഡ് ഒരു റിയാലിറ്റി കമ്പനിയാണ്. അവരുടെ ഒരു ഹോട്ടൽ വെഞ്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ IPOസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്കമിങ് IPO ടാബിൽ ഇത് ഉണ്ട്, ചെക്ക് ചെയ്യാം. കൂടാതെ തന്നെ അതിരാവിലെ തന്നെ നമ്മളിവിടെ ഫേസിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാ ദിവസവും വൈകിട്ട് അപ്ഡേറ്റ് ആകും. കൂടാതെ തന്നെ FNO ബാൻ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് വേണം. FIസിൻ്റെ ലോങ് പൊസിഷൻ എല്ലാ ദിവസവും രാവിലെ വേണം. അത് നിങ്ങൾക്ക് രാവിലെ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ടാബായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ സ്റ്റോക്കിംഗ് ന്യൂസിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഇവിടെ FNOയുടെ ക്ലാസ് നടന്നിരുന്നു. നമ്മുടെ ഓഫീസിൽ ഏറ്റവും കുറഞ്ഞ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഫീസിൽ നിങ്ങൾക്ക് എല്ലാ ട്രേഡുകളും പഠിക്കാൻ സാധിക്കും. FNO, കമ്മോഡിറ്റി, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡുകൾ. ഇനിയിപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈൻ ജോയിൻ ചെയ്യാം. കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം. സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് വരുമ്പോൾ സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്, ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 15.45% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. 11,059 കോടി രൂപ കമ്പനി നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. HDFC ബാങ്ക് ബാങ്കിങ് മേഖലയിലെ ലീഡിംഗ് കമ്പനി. HDFC ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്ന് 18,155 കോടി രൂപ കരസ്ഥമാക്കി. ഡിവിഡൻഡ് 5 രൂപ കൊടുക്കുന്നുണ്ട്. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 46% ഇടിവ് രേഖപ്പെടുത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 12% ഇടിവ് രേഖപ്പെടുത്തി. യെസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 59% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 801 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5% ഉയർന്നു. റിലയൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 78% ഇയർ ഓൺ ഇയർ ഉയർച്ച കൈവരിച്ച് 26,994 കോടി രൂപ കരസ്ഥമാക്കി. 15,138 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. കമ്പനിയുടെ റവന്യൂവും 5.9% ഉയർന്നു. യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 12% ഉയർച്ച കൈവരിച്ചു. 4,115 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. 3,679 കോടി രൂപയിൽ നിന്നാണ് പ്രോഫിറ്റ് ഉയർന്നത്. ജിയോ ഫിനാൻസ് കമ്പനി, ഇവർ കമ്പനിയും അലയൻസ് ഗ്രൂപ്പും ജോയിൻറ്റ് വെഞ്ചറായിട്ട് പുതിയ ഒരു അലൈൻ വെഞ്ചർ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ബ്രിഗേഡ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇവരുടെ 760 കോടി രൂപയുടെ IPO ജൂലൈ 24-ാം തീയതി മുതൽ ഓപ്പൺ ആവും. ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35% ഇയർ ഓൺ ഇയർ ഉയർന്ന് 154 കോടി രൂപ. റവന്യൂ 12% ഉയർന്നു. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനി, ഇവർ 240 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഡോക്ടർ റെഡ്ഡി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ശ്രീലങ്കൻ പ്ലാന്റിന് ഇൻസ്പെക്ഷൻ നടത്തി 8 ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട്. BL കാഷപ്പ് കമ്പനി 157 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പോപ്പുലർ വെഹിക്കിൾ കമ്പനി ലക്ഷറി കാർ സെയിൽസ് 40% ഒരു വളർച്ച കൈവരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റ് ഉണ്ട്, വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ഉണ്ട്. എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കേരളം മൊത്തം എല്ലാ ആളുകളിലേക്കും നമ്മുടെ ന്യൂസ് എത്തിക്കുക. താങ്ക് യു ഓൾ.